ഹായ് ഓൾ. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ എന്താ പഠിച്ചത്? ട്രാൻസ്ഫോമർ ഓൺ നോ ലോഡ്. ഓക്കെ, ട്രാൻസ്ഫോമർ നോ ലോഡിൽ വർക്ക് ചെയ്യുമ്പോൾ അതിൻ്റെ ഫേസർ ഡയഗ്രാം, അതിൻ്റെ വേവ് ഡയഗ്രാം, അതുപോലെ തന്നെ രണ്ട് തരം ട്രാൻസ്ഫോമർ ഉണ്ട്. ഐഡിയൽ ട്രാൻസ്ഫോമർ അത് ശരിക്കും ഇല്ല, പക്ഷെ എന്നാലും അതിൻ്റെ ഫേസർ ഡയഗ്രാമും വേവ് ഡയഗ്രാമും നമ്മൾ ഡിസ്കസ് ചെയ്തു. അത് നന്നായി ഡീറ്റെയിൽ ആയി മനസ്സിലാക്കേണ്ടതാണ്. അതുപോലെ തന്നെ പ്രാക്ടിക്കൽ ട്രാൻസ്ഫോമർ ഓൺ നോ ലോഡ്. നോ ലോഡിൽ പ്രാക്ടിക്കൽ ട്രാൻസ്ഫോമർ വർക്ക് ചെയ്യുമ്പോൾ ഐഡിയൽ ട്രാൻസ്ഫോമറിൻ്റെ കേസിൽ ഒരു ലോസും സംഭവിക്കുന്നില്ല. പക്ഷേ പ്രാക്ടിക്കൽ ട്രാൻസ്ഫോമർ നമ്മൾ നോ ലോഡിൽ വർക്ക് ചെയ്യുമ്പോൾ അവിടെ ചെറിയ രീതിയിൽ ലോസ് ഉണ്ടാവുന്നുണ്ട്. അയൺ ലോസ് ആണ് മെയിനായിട്ട് ഉണ്ടാവുന്നത്. ഓക്കെ, അതൊക്കെ നമ്മൾ ഡീറ്റെയിൽ ഡിസ്കസ് ചെയ്താണ്. ഇനി ട്രാൻസ്ഫോമർ നമ്മൾ എന്ത് ചെയ്യാണ്? ലോഡ് ചെയ്യാണ്. ഓക്കെ, നമ്മൾ ട്രാൻസ്ഫോമർ ലോഡ് കൊടുക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നു നോക്കാൻ പോണേ. ഇപ്പം നിങ്ങൾ ഈ ഫിഗറിൽ നോക്കിയേ. ഈ ഫിഗറിൽ നിങ്ങൾ കാണാൻ പറ്റും, നമ്മൾ ഈ ട്രാൻസ്ഫോമർ എന്ത് ചെയ്തിട്ടുണ്ട്? ഒരു ലോഡ് സെക്കൻഡറി വൈൻഡിങ്ങിൽ ഒരു ലോഡ് കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതാണ് ഈ ഫിഗറിൽ കാണിച്ചിട്ടുള്ളത്. ഓക്കെ, അതിൻ്റെ ഇതും സെയിം സർക്യൂട്ട് ഡയഗ്രാം തന്നെയാണ്. അപ്പോൾ ഇവിടെ മെയിനായിട്ട് ഉണ്ടാവുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, സെക്കൻഡറിയിൽ നമ്മൾ ലോഡ് കൊടുക്കുമ്പോൾ ഇവിടെ ഐ ടു ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, നേരത്തെ I2 0 ആയിരുന്നു, പക്ഷെ ഇവിടെ I2 ഉണ്ടാവുന്നുണ്ട്. അതാണ് മെയിനായിട്ട് ഡിഫറൻസ്. ഓക്കെ, നമ്മൾ വെൻ എ സർട്ടൻ ലോഡ് ഈസ് കണക്റ്റഡ് അക്രോസ് സെക്കൻഡറി I2 ഫ്ലോസ് ത്രൂ ഇറ്റ്. അപ്പോൾ സെക്കൻഡറിയിൽ നമ്മൾ ലോഡ് കൊടുത്തതിന് എന്താവും? സെക്കൻഡറി വൈനിൽ ലോഡ് കൊടുത്താൽ I2 ഉണ്ടാവും. അപ്പോൾ I2ൻ്റെ മാഗ്നിറ്റ്യൂഡ് ഡിപ്പെൻഡ് ചെയ്യുന്നത് എന്തിനാണ്? വോൾട്ടേജ് V2, സെക്കൻഡറി വോൾട്ടേജ് ആയ V2നെ ഡിപ്പെൻഡ് ചെയ്യും എന്ത്? ഈ I2. അതേപോലെ തന്നെ ഇമ്പിഡൻസ്, ലോഡിൻ്റെ ഇമ്പിഡൻസ് അനുസരിച്ചിരിക്കും എന്ത്? ഈ I2ൻ്റെ മാഗ്നിറ്റ്യൂഡ്, I2ൻ്റെ വാല്യൂ. ഓക്കെ, അപ്പോൾ എന്താണ്? അതുപോലെ ഫേസ് ആംഗിൾ ഓഫ് സെക്കൻഡറി കറന്റ് I2 വിത്ത് റെസ്പെക്ട് ടു V2 ഡിപ്പെൻഡ്സ് നാച്ചർ ഓഫ് ദ ലോഡ്. നമുക്കറിയാം, ട്രാൻസ്ഫോമർ നമ്മൾ പലതരം ലോഡ് കണക്ട് ചെയ്യും. നമ്മൾ ഇന്ന ലോഡ് കണക്ട് ചെയ്യുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ചിലപ്പോൾ അത് റെസിസ്റ്റീവ് ലോഡാവാം, അല്ലെങ്കിൽ ഇൻഡക്റ്റീവ് ലോഡാവാം, കപ്പാസിറ്റീവ് ലോഡാവാം, എന്ത് വേണമെങ്കിലും കണക്ട് ചെയ്യാം. നമുക്ക് അറിയാം, ഡിസ്ട്രിബ്യൂഷൻ ട്രാൻസ്ഫോമർ എന്നാണ് നമ്മുടെ വീട്ടിലേക്ക് സപ്ലൈ തരുന്നത്. ഓക്കെ, സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ. അപ്പോൾ ആ ട്രാൻസ്ഫോമർ നമ്മുടെ വീട്ടിൽ എന്തൊക്കെ ഉപകരണങ്ങളുണ്ട്? റെസിസ്റ്റീവ് ലോഡ് ഉണ്ട്, അത് ഗീസർ ഉണ്ട്, അതുപോലെ തന്നെ ഇൻഡക്റ്റീവ് ലോഡായ ഫാൻ ഉണ്ട്, കപ്പാസിറ്റീവ് ലോഡർ, കപ്പാസിറ്റർ, അങ്ങനെ പലതരം ലോഡുകളുണ്ട് നമ്മുടെ. ഓക്കെ, അപ്പോൾ പലതരം ലോഡ് ഉണ്ട്. അപ്പോൾ നമുക്ക് V2 I2 നമ്മളുടെ ഫേസ് ആംഗിൾ ലോഡിനനുസരിച്ച് എന്താവും? മാറും. അപ്പോൾ ഇൻ കേസ് റെസിസ്റ്റീവ് ആണെങ്കിൽ എന്താവും? നമുക്ക് പഠിച്ചിട്ടുണ്ട്, റെസിസ്റ്റീവ് ആകുമ്പോൾ ഞാനത് കാണിച്ചു തരാം. നമ്മൾ I2 റെഫറൻസ് ആയി എടുത്തു കഴിഞ്ഞാൽ റെസിസ്റ്റീവ് ആകുമ്പോൾ എന്താവും? V2 എന്താവും? ഇൻ ഫേസ് I2 അല്ലേ? നമ്മൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, ഇനി അത് ഇൻഡക്ടർ ആണെങ്കിൽ എന്താവും? ഒരു ഇൻഡക്റ്റീവ് ലോഡ് ആണെങ്കിൽ എന്താവും? വോൾട്ടേജ് എന്താവും? ലീഡാവും കറണ്ടിന്. അതായത് വോൾട്ടേജ് കറണ്ട് എന്താവും? ലാഗ് ആവും. ഓക്കെ, I2 V2 ലാഗ് ആയിരിക്കും. അതുപോലെ കപ്പാസിറ്റീവ് ആകുമ്പോൾ നേരെ ഒന്നുമില്ല, കറണ്ട് ആവും എന്ത്? ലീഡ്. ഓക്കെ, വോൾട്ടേജിന് കറണ്ട് ആവും ലീഡ്. അപ്പോൾ ലോഡിനനുസരിച്ച് എന്താവും? ഇതിൻ്റെ ഫേസ് ഡയഗ്രത്തിൽ എന്താവും? മീൻസ് ഇതിൻ്റെ I2 V2 തമ്മിലുള്ള ആംഗിൾ എന്താവും? ഫേസ് ആംഗിൾ എന്താവും? വ്യത്യാസം ഉണ്ടാവും. ഓക്കെ, അതാണ് മെയിനായിട്ട് മനസ്സിലാക്കേണ്ടത്. ഇനി ട്രാൻസ്ഫോമർ നമ്മൾ ലോഡ് കൊടുക്കുമ്പോഴാണ്, നോ ലോഡിൽ ഈ വൈൻഡിങ് റെസിസ്റ്റൻസ്, ഇതൊന്നും ഇൻഡക്റ്റൻസ് ഒന്നും ഉണ്ടാവില്ല. ആകെ ഒരു കോർ ലോസ് കമ്പോണന്റും അതുപോലെ മാഗ്നറ്റൈസിങ് കമ്പോണന്റായ R0 X0 ഒക്കെ ഉണ്ടാവുള്ളൂ. ഓക്കെ, നോ ലോഡ് കറണ്ടായ I0 ഒക്കെ ഉണ്ടാവുള്ളൂ. പക്ഷെ ലോഡ് കൊടുക്കും, ഇൻ കേസ് ലോഡ് കൊടുക്കുമ്പോൾ അവിടെ എന്താ ഉണ്ടാവണേ? നല്ല കറണ്ട് എന്ത് ചെയ്യുന്നുണ്ട്? ഫ്ലോ ചെയ്യുന്നുണ്ട്. അപ്പോഴാണ് ശരിക്കും കണ്ടക്ടർ കൂടെ എന്ത് ചെയ്യണം? കറണ്ട് ഫ്ലോ ചെയ്യുന്നത്. മറ്റത് നമ്മൾ കണ്ടക്ടറോടെ ജസ്റ്റ് ചെറിയൊരു കറണ്ട് ഫ്ലോ ചെയ്യുന്നുള്ളൂ. അതായത് ഒരു മാഗ്നറ്റൈസിങ് കറണ്ട്, അതായത് ഈ കോയിലൊന്ന് മാഗ്നറ്റൈസ് ആവാൻ വേണ്ടിയിട്ട് ചെറിയൊരു കറണ്ടാണ് പോകുന്നുള്ളൂ. പക്ഷെ നമ്മൾ ലോഡ് കൊടുക്കുമ്പോൾ സെക്കൻഡറിക്ക് ലോഡിന് വേണ്ടിയുള്ള വോൾട്ടേജ് എടുക്കണോണ്ട് അവിടെ നല്ല കറണ്ട് എന്ത് ചെയ്യും? വൈൻഡിങ്സ് കൂടെ എന്ത് ചെയ്യും? ഫ്ലോ ചെയ്യും. അപ്പോൾ അതിനനുസരിച്ചിട്ട് വൈൻഡിങ്സിന്റെ സ്വഭാവം കാണിക്കും. ഓക്കെ, അപ്പോൾ വൈൻഡിങ്സിൽ എന്തുണ്ട്? റെസിസ്റ്റൻസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ എന്താ ചെയ്യും? ട്രാൻസ്ഫോമറിൽ വൈൻഡിങ് റെസിസ്റ്റൻസ് പറഞ്ഞാൽ ആക്ച്വൽ ട്രാൻസ്ഫോമറിൽ പ്രൈമറി സെക്കൻഡറിയിലും സം റെസിസ്റ്റൻസ് റെപ്രസെന്റ് ചെയ്യുന്നുണ്ട്. റെസിസ്റ്റൻസ് ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, അത് R1 അതുപോലെ തന്നെ R2 എന്ന് പറയും. പ്രൈമറി റെസിസ്റ്റൻസിനാണ് R1 എന്ന് പറയുക, സെക്കൻഡറി റെസിസ്റ്റൻസിനാണ് R2 എന്ന് പറയുക. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഈ കാൽക്കുലേഷനൊക്കെ വേണ്ടിയിട്ടേ, നമ്മൾ ഈ കാൽക്കുലേഷനൊക്കെ ട്രാൻസ്ഫോമറിൻ്റെ കാൽക്കുലേഷൻ, പലതരം കാൽക്കുലേഷൻസ് ഉണ്ട്. എഫിഷ്യൻസിയും അതുപോലെ വോൾട്ടേജ് റെഗുലേഷനൊക്കെ കാണാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും? ഈ R1നെയും R2നെയും അങ്ങോട്ടും ഇങ്ങോട്ട് റെഫർ ചെയ്യും. ഓക്കെ, അപ്പോൾ ഈ R1നെ നമ്മൾ എന്ത് ചെയ്യും? സെക്കൻഡറിയിലേക്ക് റെഫർ ചെയ്യും. അതേപോലെ തന്നെ R2നെ നമ്മൾ എന്ത് ചെയ്യും? പ്രൈമറിക്ക് റെഫർ ചെയ്യുക പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനങ്ങോട്ട് എന്ത് ചെയ്യുക?
ഇതിനെ അങ്ങോട്ട് കൊണ്ടുപോവുക. ഓക്കെ, ഇതിനെ ഈ R1 അങ്ങോട്ട് കൊണ്ടുപോവുക, ഇങ്ങോട്ട് ഈക്വലൻ്റ് ആയിട്ട് റെഫർ ചെയ്യുക. അതുപോലെ R2 അതുപോലെ തന്നെ ചെയ്യുക, ഈക്വലൻ്റ് ആയിട്ട് റെഫർ ചെയ്യുക. അപ്പോൾ അങ്ങനത്തെ പരിപാടി നമ്മൾ ചെയ്യാറുണ്ട് ഈ കാൽക്കുലേഷനൊക്കെ വേണ്ടിയിട്ട്, കാൽക്കുലേഷൻ സിമ്പിൾ ആവാൻ വേണ്ടി, ട്രാൻസ്ഫറിൻ്റെ കാൽക്കുലേഷന് വേണ്ടിയിട്ട്. അപ്പോൾ അതെങ്ങനെയാണെന്ന് പറയാൻ പോകുന്നത്. ഇപ്പോൾ നമുക്ക് പറയാം, ഇപ്പോൾ ഈ കേസിൽ ഫസ്റ്റ് കേസിൽ നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ പ്രൈമറിത്തെ R1 എന്ത് ചെയ്തു, സെക്കൻഡറിയിലേക്ക് കൊണ്ടുവന്നു. അപ്പോൾ അതിനെ നമ്മൾ എന്ത് പറയുക, R1 എന്ന് പറയും. ഓക്കെ, അതായത് ഈ വെറുതെ നമ്മൾ ഈ പ്രൈമറിനെ സെക്കൻഡറിയിലേക്ക് കൊണ്ടുവരില്ല, അതിന് ഈക്വലൻ്റ് ആയിട്ട് നമ്മൾ എന്ത് പറയും, R1 എന്ന് പറയും. ഓക്കെ, R1 എന്ന് പറയുമ്പോൾ ഈ R1 R1 സെയിം ആവില്ല. അപ്പോൾ അതിന് നമുക്ക് എന്തെങ്കിലും കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക അല്ലെങ്കിൽ ഡിവൈഡ് ചെയ്യുക ചെയ്യണം. അതാണ് K. അപ്പോൾ K കൊണ്ട്, അപ്പോൾ K പറഞ്ഞാൽ നമുക്കറിയാം ട്രാൻസ്ഫോർമേഷൻ റേഷ്യോ ആണ്. അത് V2/V1, N2/N1, I1/I2, ഇതിനൊക്കെ ഈക്വലൻ്റ് ആണ് എന്ത്, K. നമുക്ക് ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ V2/V1 പറഞ്ഞാൽ സെക്കൻഡറി വോൾട്ടേജ് ഡിവൈഡ് ബൈ പ്രൈമറി വോൾട്ടേജ്. അതുപോലെ N2/N1 പറഞ്ഞാൽ സെക്കൻഡറി നമ്പർ ഓഫ് ടേൺസ് ഇൻ സെക്കൻഡറി ബൈ നമ്പർ ഓഫ് ടേൺസ് ഇൻ പ്രൈമറി. അതുപോലെ I1/I2 പറഞ്ഞു കഴിഞ്ഞാൽ പ്രൈമറി കറണ്ട് ബൈ സെക്കൻഡറി കറണ്ട്. അങ്ങനെ നമുക്ക് ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, K ട്രാൻസ്ഫോർമേഷൻ റേഷ്യോ K കിട്ടും. ഓക്കെ, അപ്പോൾ നമ്മൾ R1 കിട്ടണമെങ്കിൽ ഈ R1 ഇൻറ്റു K² ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും, ഈ R1 കിട്ടും. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഓക്കെ, R1 കിട്ടും. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഈ R1 R1 എന്തായി, സോറി R2 എന്തായി, സീരീസ് അല്ലേ, നമ്മൾ ഇതിന് കൊടുക്കുന്ന സീരീസ് ആവുമല്ലോ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ആഡ് ചെയ്യാം. ഓക്കെ, അപ്പോൾ R02 എന്ന് പറയും. R02 ടോട്ടൽ ഇക്വലന്റ് റെസിസ്റ്റൻസ് റെഫർ ടു പ്രൈമറി. ഓക്കെ, അതാണ് R1 പ്ലസ് R2, അങ്ങനെ R02 കിട്ടും. അതാണ് ഇത് പറയണം. ഓക്കെ, അതുപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ലീക്കേജ് റിയാക്ടൻസ് ഉണ്ട് ഇതുപോലെ. സോറി, ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഫോർ കാൽക്കുലേഷൻ നമ്മൾ എന്ത് ചെയ്യും, അതേപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യും, ഈ R2 എന്ത് ചെയ്യും, R1 റെഫർ ചെയ്യും. ഞാൻ പറഞ്ഞ R2 നമ്മൾ എന്ത് ചെയ്യും, R1, അതായത് പ്രൈമറിയിലേക്ക് എന്ത് ചെയ്യും, റെഫർ ചെയ്യും. അപ്പോൾ ഈ R2 എന്താവും, പ്രൈമറി പോകുമ്പോൾ നിങ്ങൾ പറഞ്ഞ R2 ആവില്ലേ. ഓക്കെ, R2 ആവും. അപ്പോൾ R1 R2, അപ്പോൾ നമ്മൾ ചെയ്യുമ്പോൾ എന്താണ്, R2 സെക്കൻഡറിയിൽ നിന്ന് പ്രൈമറിക്ക് കൊണ്ടുപോകുമ്പോൾ അവിടെ എന്താവും, ഡിവൈഡ് ബൈ K² ആണ് വരിക. ഓക്കെ, പ്രൈമറിയിൽ നിന്ന് സെക്കൻഡറിക്ക് വരുമ്പോൾ ഇൻറ്റു K² ആണെങ്കിൽ സെക്കൻഡറിയിൽ നിന്ന് പ്രൈമറിക്ക് വരുമ്പോൾ എന്താണ്, ഡിവൈഡ് ബൈ K² ആണ്. ഓക്കെ, അതെല്ലാം കമ്പോണൻറ്റും അങ്ങനെയാണ്. കറണ്ട് ഒഴിച്ച് ബാക്കി എല്ലാ കമ്പോണൻസും സെക്കൻഡറിയിൽ നിന്ന് പ്രൈമറിക്ക് കൊണ്ടുപോകുമ്പോൾ K², പ്രൈമറിയിൽ നിന്ന് സെക്കൻഡറിക്ക് കൊണ്ടുപോകുമ്പോൾ K ഇൻറ്റു K² ആണ്. ഓക്കെ, ബൈ K² ഇൻറ്റു K². ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ സെക്കൻഡറിയിൽ നിന്ന് പ്രൈമറിക്ക് കൊണ്ടുവരുമ്പോൾ ബൈ K² ആണ്. അപ്പോൾ R2/K² വരും. ഓക്കെ, അതാണ് എന്ത്, R2. അപ്പോൾ ഈ R2 R1 എന്താണ്, സീരീസ് ആണ്. സീരീസ് ആകുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, അത് ആഡ് ചെയ്താൽ ടോട്ടൽ ഇക്വലന്റ് റെസിസ്റ്റൻസ് റെഫർ ടു പ്രൈമറി ആയ R01 കിട്ടും. ഓക്കെ, R01 കിട്ടും. അതാണ് എന്ത് കിട്ടാൻ, R1 പ്ലസ് R2. പിന്നെ റെസിസ്റ്റൻസിന് കാര്യം, നമ്മുടെ ഈ AC സർക്യൂട്ടിൽ DC ആകുമ്പോഴൊക്കെയാണ് ഈ റെസിസ്റ്റൻസ് മാത്രം ഉണ്ടാവുള്ളൂ. പക്ഷേ ട്രാൻസ്ഫോമർ എന്താണ്, AC മാത്രം വർക്ക് ചെയ്യുന്ന ഒരു ഡിവൈസാണ്, ഒരു മെഷീനാണ്. അപ്പോൾ ആ ട്രാൻസ്ഫോമർ റെസിസ്റ്റൻസ് മാത്രമല്ല, അവിടെ റിയാക്റ്റൻസ് ഉണ്ടാവും, ലീക്കേജ് റിയാക്റ്റൻസ് ഉണ്ടാവും, വൈൻഡിങ്ങിൻ്റെ ലീക്കേജ് റിയാക്റ്റൻസ് ഉണ്ടാവും. നമുക്ക് അറിയാം RLC സർക്യൂട്ട്. ഓക്കെ, ഇൻഡക്റ്റൻസ്, കപ്പാസിറ്റൻസ്, റെസിസ്റ്റൻസ്. ഇവിടെ കപ്പാസിറ്റൻസ് ഇല്ല, ഇവിടെ ഓൺലി റെസിസ്റ്റൻസ്, ഇൻഡക്റ്റൻസ് മാത്രമേ ഉള്ളൂ. അവിടെ ലീക്കേജ് റിയാക്റ്റൻസ് ഉണ്ടാവും ആയ X1 അതേപോലെ തന്നെ X2 ഉണ്ടാവും. അതായത് പ്രൈമറി വൈൻഡിങ് ലീക്കേജ് ഫ്ലക്സ് റിയാക്റ്റൻസ് നമ്മൾ എന്ത് പറയും, X1 പറയും. അതുപോലെ സെക്കൻഡറി വൈൻഡിങ്ങിലുള്ള റിയാക്റ്റൻസിന് X2 എന്ന് പറയും. ഓക്കെ, നമ്മൾ ഇതേ സെയിം പ്രൊസീജിയർ തന്നെ നമ്മൾ X1 എന്ത് ചെയ്തു, സെക്കൻഡറിലേക്ക് ഉടനെ എന്താവും, X1 ആവും. അപ്പോൾ X1 X2 എന്താണ്, സീരീസ് ആണ്. അപ്പോൾ അത് X1 ആകാൻ വേണ്ടി നമ്മൾ ഇൻറ്റു K² ചെയ്താൽ മതി, ഞാൻ പറഞ്ഞു. ആൻഡ് നമുക്ക് എന്ത് കിട്ടും, സെക്കൻഡറിയിലാണ് ഇത് രണ്ടും കൂടി കിടക്കുന്നത്, അതുകൊണ്ട് X02 എന്ന് എഴുതിയാൽ മതി. അപ്പോൾ X1 പ്ലസ് X2 ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും, X02 കിട്ടും. നേരെ ഓപ്പോസിറ്റ് നമ്മൾ എന്ത് ചെയ്തു, X2 എന്ത് ചെയ്തു, പ്രൈമറിയിലേക്ക് കൊടുന്നു. ഓക്കെ, അപ്പോൾ X2 പ്രൈമറിക്ക് കൊടുന്ന എന്താവും, X2 ആവും. അപ്പോൾ എന്ത് ചെയ്യും, നമ്മൾ X2 കിട്ടാൻ വേണ്ടി X2/K², അതായത് പ്രൈമറി സെക്കൻഡറിക്ക് കൊണ്ടുവരുമ്പോൾ ഇൻറ്റു K², സെക്കൻഡറിയിൽ നിന്ന് പ്രൈമറിക്ക് കൊണ്ടുവരുമ്പോൾ ബൈ K² ആണ് ചെയ്യേണ്ടത്. അതാണ് നിങ്ങൾ മെയിനായിട്ട് മനസ്സിലാക്കി വെക്കേണ്ട കാര്യം. അപ്പോൾ നമുക്ക് X01 ചെയ്ത് കിട്ടണമെങ്കിൽ X1 പ്ലസ് X2 ചെയ്തിട്ട് X01 എന്താണ്, ടോട്ടൽ ഈക്വലന്റ് റെസിസ്റ്റൻസ് റെഫേർഡ് ടു പ്രൈമറി. ഓക്കെ, അതാണ് X01. സോറി, ഈക്വലന്റ് റിയാക്റ്റൻസ് ടു പ്രൈമറി, ടോട്ടൽ ഈക്വലന്റ് റിയാക്റ്റൻസ് റെഫേർഡ് ടു പ്രൈമറി ആണ് എന്ത്, X01. അപ്പോൾ ഇതാണ് രണ്ട് കാര്യങ്ങൾ. ഇനി നമ്മൾ ഈ റെസിസ്റ്റൻസിനെയും റിയാക്റ്റൻസിനെയും നമ്മുടെ
സർക്യൂട്ട് ഞാനിപ്പോൾ രണ്ടും വെവ്വേറെ കാണിച്ചെന്നുള്ളൂ. പക്ഷേ ആക്ച്വൽ കേസിൽ നമ്മുടെ ട്രാൻസ്ഫോമറിൽ റെസിസ്റ്റൻസും റിയാക്റ്റൻസും ഒരുമിച്ചല്ലേ ഉണ്ടാവുക വൈൻഡിങ്സിൽ. ഓക്കെ, അപ്പോൾ നമ്മൾ അത് രണ്ടും കൂടി കൺസിഡർ ചെയ്യണം. ഓക്കെ, രണ്ടും കൂടി വരുന്ന കേസാണ് നമ്മൾ പറയാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ പ്രൈമറി കേസിൽ നമ്മളിപ്പോൾ എന്ത് ചെയ്തു, ഇവിടെ R01 പ്രൈമറിയിൽ കിടക്കുന്നുണ്ട്. ഓക്കെ, R01 എന്ത് ചെയ്യുന്നുണ്ട്, പ്രൈമറിയിൽ കിടക്കുന്നുണ്ട്. ഇത് നമുക്ക് എന്ത് ചെയ്യാം, R01 ആയി ഇത് രണ്ടിനും കൂടി ഈ സമ്മ്. ഓക്കെ, ഇത് R01 കിടക്കുന്നുണ്ട്. അതുപോലെ നമ്മുടെ പ്രൈമറിയിൽ അതേപോലെ തന്നെ കിടക്കുന്നുണ്ട്, X01 കിടക്കുന്നുണ്ട്. അപ്പോൾ ഇത് നമുക്ക് ഈ രണ്ടും കൂടി നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ R01 X01 കൂടി രണ്ടും കൂടി കൺസിഡർ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, ടോട്ടൽ ഇമ്പിഡൻസ് കിട്ടും, Z01. ഓക്കെ, അതാണ് ഇവിടെ പറയുന്നത്. Z01 ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് R01 സ്ക്വയർ പ്ലസ് X01 സ്ക്വയർ. അത് നമ്മൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചതാണ്. ഓക്കെ, പറയുന്ന കാര്യങ്ങളാണ്. അപ്പോൾ രണ്ടും കൂടി നമ്മൾ കൺസിഡർ ചെയ്യാണ് വേണ്ടത്. ഓക്കെ, നമ്മൾ അത് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് വെവ്വേറെ പറഞ്ഞത്. ആദ്യം റെസിസ്റ്റൻസ് മാത്രമേ പറഞ്ഞു, പിന്നെ റിയാക്റ്റൻസ് മാത്രമായിട്ട് പറഞ്ഞു. പക്ഷേ ആക്ച്വൽ കേസിൽ അങ്ങനെയല്ല. ട്രാൻസ്ഫോമറിൽ റെസിസ്റ്റൻസും റിയാക്റ്റൻസും രണ്ടും ഉണ്ടാവും. അപ്പോൾ നമ്മൾ രണ്ടും കൺസിഡർ ചെയ്യുന്നു. അപ്പോൾ നമ്മളത് കൺസിഡർ ചെയ്തപ്പോൾ നമുക്ക് എന്ത് കിട്ടി, R01 X01 നമ്മൾ പ്രൈമറിക്ക് റെഫർ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇവിടെ പ്ലസ് ചെയ്ത് നമ്മൾ റെഫർ ചെയ്തിട്ടുണ്ട്. R01 കിട്ടിയത് എങ്ങനെയാണ്, R1 പ്ലസ് R2 ഡാഷ്. അതുപോലെ X01 അങ്ങനെ കിട്ടിയത് X1 പ്ലസ് X2 ഡാഷ്. അങ്ങനെ കിട്ടിയതാണ് X01 R01. അത് രണ്ടും കൂടി നമ്മൾ വെക്ടർ സം എടുത്താൽ നമുക്ക് എന്ത് കിട്ടും, Z01 കിട്ടും, റെഫർ ടു പ്രൈമറി. ഓക്കെ, ആണ് ടോട്ടൽ ഇമ്പിഡൻസ് റെഫർ ടു പ്രൈമറി. അങ്ങനെ എഴുതാം, ടോട്ടൽ ഇമ്പിഡൻസ് റെഫർ ടു പ്രൈമറി. ഓക്കെ, പ്രൈമറിക്ക് റെഫർ ചെയ്തത്. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ നേരെ ഓപ്പോസിറ്റ്, നേരെ തിരിച്ച് എങ്ങനെയാണ്, R02 പറഞ്ഞത് ടോട്ടൽ ഈക്വലന്റ് റെസിസ്റ്റൻസ് റെഫർ ടു സെക്കൻഡറി. അതുപോലെ X02 പറഞ്ഞ ടോട്ടൽ ഈക്വലന്റ് റിയാക്റ്റൻസ് ടു സെക്കൻഡറി. R02 കിട്ടിയത് എങ്ങനെയാണ്, R1 ഡാഷ് പ്ലസ് R2. അതേപോലെ തന്നെ X02 കിട്ടിയത് എങ്ങനെയാണ്, X1 ഡാഷ് പ്ലസ് X2. ഇത് ചെയ്താണ് നമുക്ക് എന്ത് രണ്ടും കിട്ടിയത്. അപ്പോൾ നമ്മൾ ഇതിനെ എന്ത് രണ്ടും കൂടി വെക്ടർ സം എടുത്ത് നമുക്ക് എന്താണ് Z0 കിട്ടും, Z02 കിട്ടും. അതെന്താണ്, റെഫർ ടു സെക്കൻഡറി. അപ്പോൾ എന്താണ് ടോട്ടൽ ഇമ്പിഡൻസ് റെഫർ ടു സെക്കൻഡറി. ഓക്കെ, ടോട്ടൽ ഇമ്പിഡൻസ് റെഫർ ടു സെക്കൻഡറി, ഇതാണ് Z02. ഓക്കെ, ഇനി നമ്മൾ കാര്യത്തേക്ക് കിടക്കാൻ പോവാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം റെസിസ്റ്റൻസ് പറഞ്ഞു, പിന്നെ റിയാക്റ്റൻസ് പറഞ്ഞു, പിന്നെ ഇമ്പിഡൻസ് പറഞ്ഞു. ശരിക്കും നമ്മളിപ്പോൾ ആദ്യത്തെ കേസിൽ, നമ്മൾ ഫസ്റ്റ് കേസിൽ, ഞാൻ ഫസ്റ്റ് പാർട്ട് 1 കാണിച്ച വീഡിയോയിൽ നോ ലോഡിൽ കിട്ടുന്ന എന്താണ്, നോ ലോഡിൽ ഉണ്ടാവുന്ന കമ്പോണൻസ് ആണ് എന്ത്, ഈ I0, IW, X0, IM, I0 ഒക്കെ ഉണ്ടാവുന്നത്. ഓക്കെ, അപ്പോൾ ലോഡ് കൊടുക്കുമ്പോൾ ഉണ്ടാവുന്നതാണ് ഈ R0, X0, Z0 ഇതൊക്കെ ഉണ്ടാവുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ട്രാൻസ്ഫോമർ ആക്ച്വൽ കേസിൽ ഈ രണ്ട് കാര്യങ്ങളും ഉണ്ടാവും. അതായത് ഈ കമ്പോണന്റും ഉണ്ടാവും, ഈ കമ്പോണന്റും ഉണ്ടാവും. എല്ലാ കമ്പോണൻസും കൂടിയുള്ള ഒറ്റ സർക്യൂട്ട് ഡയഗ്രാമാണ് ശരിക്കുള്ള ട്രാൻസ്ഫോമറിന്റെ ഈക്വലന്റ് സർക്യൂട്ട് എന്ന് പറഞ്ഞാൽ. ഓക്കെ, ഇതാണ് ഈ ശരിക്കുള്ള ട്രാൻസ്ഫോമറിന്റെ ഈക്വലന്റ് സർക്യൂട്ട്. ഇതിലെല്ലാം ഉണ്ട്. ലോഡ് കൊടുക്കുമ്പോൾ ഈ എല്ലാ കമ്പോണൻസും ഒന്നുണ്ടാവും, ട്രാൻസ്ഫോമറിൽ ഉണ്ടാവും. അതായത് പ്രൈമറി റെസിസ്റ്റൻസ് ആയ R1, പ്രൈമറി റിയാക്റ്റൻസ് ആയ X1, പ്രൈമറി കറന്റ് ആയ I1. പിന്നെ ഈ I1 ഡാഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അവിടെ ലോഡ് കൊടുക്കുന്നുണ്ട് ട്രാൻസ്ഫോമറിൽ. അപ്പോൾ ഒരു I2 കറണ്ട് ഫ്ലോ ചെയ്യും. ആ I2ന്റെ ഒരു പ്രൊപ്പോർഷണാലിറ്റി കറണ്ട് ആണ് എന്ത്, ഈ I1. ഓക്കെ, I1 ഡാഷ് എന്ന് പറഞ്ഞാൽ. ഓക്കെ, അത് ഈ I2ന്റെ ഒരു പ്രൊപ്പോർഷണാലിറ്റി കറണ്ട് ആണ് എന്ത്, I1 ഡാഷ്. അതുപോലെ തന്നെ I0 ഉണ്ട്, നോ ലോഡ് കറണ്ട്. IW കോർ ലോസ് കറണ്ട്, IM മാഗ്നറ്റൈസിങ് കറണ്ട്. R0 പറഞ്ഞു കഴിഞ്ഞാൽ കോർ ലോസ് റെസിസ്റ്റൻസ്, X0 പറഞ്ഞു കഴിഞ്ഞാൽ കോർ ലോസ് മാഗ്നറ്റൈസിങ് റിയാക്റ്റൻസ്. പ്രൈമറി ഇൻഡ്യൂസ്ഡ് EMF E1, സെക്കൻഡറി ഇൻഡ്യൂസ്ഡ് EMF E2, സെക്കൻഡറി റെസിസ്റ്റൻസ് R2, സെക്കൻഡറി റിയാക്റ്റൻസ് X2. ഓക്കെ, ഇതൊക്കെ നമുക്ക് കിട്ടുന്ന എല്ലാ കമ്പോണൻസും. സെക്കൻഡറി കറണ്ട് ആയ I2, സെക്കൻഡറി ടെർമിനൽ വോൾട്ടേജ് V2, പ്രൈമറി വോൾട്ടേജ് ആയ V1. ഇതെല്ലാം എന്താണ്, ഈക്വലന്റ് സർക്യൂട്ട് ഓഫ് ട്രാൻസ്ഫോമർ. ഒരു ഈക്വലന്റ് സർക്യൂട്ട് ഓഫ് എ ട്രാൻസ്ഫോമർ അറ്റ് ലോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ എല്ലാ കമ്പോണൻസും കൂടി അടങ്ങിയിട്ടുള്ള ഒരു എല്ലാ പാരാമീറ്റേഴ്സും കൂടിയുള്ള സർക്യൂട്ടാണ് എന്ത്, ഈക്വലന്റ് സർക്യൂട്ട് ഓഫ് ട്രാൻസ്ഫോമർ എന്ന് പറയാം. അതാണ് ഓരോ കാര്യങ്ങൾ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളത്. R1, X1, R0, XM അല്ലെങ്കിൽ X0 നമുക്ക് പറയാം, I0, IM, IW, V1, E1, I2 ഡാഷ്, എല്ലാ കാര്യങ്ങളും എന്ത് ചെയ്തിട്ടുണ്ട്, ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, സെക്കൻഡറി കമ്പോണൻസ് ആയ എന്തൊക്കെയാണ് X2, R2, E2, V2, I2. ഓക്കെ, ഇതൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്.
ഇനി നമ്മൾ ഇതേപോലെ തന്നെ ഈ പാരാമീറ്റേഴ്സിന് നമ്മൾ എന്ത് ചെയ്യുക, അങ്ങോട്ടും ഇങ്ങോട്ട് റെഫർ ചെയ്യുക. ഓക്കെ, അതാണ് ഞാൻ ഫസ്റ്റ് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ. അപ്പോൾ R2 നമ്മൾ R2 ഡാഷ് റെഫർ ചെയ്യണമെങ്കിൽ ഇപ്പോൾ സെക്കൻഡറി പാരാമീറ്റേഴ്സ് റെഫർ ടു പ്രൈമറി എന്ന് പറയുമ്പോൾ എന്താണ് ചെയ്യുന്നത്, ഈ സെക്കൻഡറി പാരാമീറ്റേഴ്സ് ആയ R2നെയും X2നെയും എന്തൊക്കെയാണ്, R2 ഉണ്ട്, X2 ഉണ്ട്, അതുപോലെ I2 ഉണ്ട്, V2 ഉണ്ട്, പിന്നെ ഈ എല്ലാ പാരാമീറ്റേഴ്സിനെയും നമ്മൾ എന്ത് ചെയ്യുക, പ്രൈമറിയിലേക്ക് റെഫർ ചെയ്യാണ്. ഓക്കെ, പ്രൈമറിയിലേക്ക് എന്ത് ചെയ്യാണ്, റെഫർ ചെയ്യാണ്. അപ്പോൾ നിങ്ങൾ R2 ഡാഷ് എന്ന് പറഞ്ഞാൽ പറഞ്ഞു R2/K², സെക്കൻഡറിയിൽ നിന്ന് പ്രൈമറിക്കാക്കി പറഞ്ഞാൽ K² ചെയ്താൽ മതി, അപ്പോൾ നമുക്കത് കിട്ടും. പിന്നെ X2 ഡാഷ് പറയുമ്പോൾ എന്താണ്, X2/K². അപ്പോൾ നമ്മൾ സെക്കൻഡറി റിയാക്റ്റൻസിനെ പ്രൈമറിക്ക് റെഫർ ചെയ്യുമ്പോൾ X2 ഡാഷ് കിട്ടും, K² ചെയ്താൽ മതി. I2ൻ്റെ കേസിൽ മാത്രം ഒരു സ്പെഷ്യൽ കേസാണ്. I2 ഡാഷ് കിട്ടണമെങ്കിൽ I2 ഇൻറ്റു K ചെയ്താൽ മതി. K² ഇല്ല, ഇൻറ്റു K ആണ്. അവിടെ മാത്രമാണ് ഒരു ഡിഫറൻസ് ഉള്ളത്. ഓക്കെ, ഇൻറ്റു K ആണ് വരിക. ഓക്കെ, അത് മാത്രം ഒരു സ്പെഷ്യൽ കേസാണ്, നമ്മൾ മനസ്സിലാക്കണം. കാരണം അത് I1/I2 ആയതുകൊണ്ടാണ് K അങ്ങനെ വന്നത്. അപ്പോൾ I2 ഇൻറ്റു K ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, I2 ഡാഷ് കിട്ടും. V2 എങ്ങനെയാണ്, V2 പറഞ്ഞു കഴിഞ്ഞാൽ V2/K, K² ഇല്ല, V2/K, ഓൺലി K മാത്രമേ ഉള്ളൂ. ഈ റെസിസ്റ്റൻസ്, റിയാക്റ്റൻസ്, ഇമ്പിഡൻസ് ഇതൊക്കെ മാറ്റുമ്പോഴാണ് എന്ത് വരിക, K² വരിക. അത് ഇൻറ്റു K² ആകും, K² ആവാം. ഓക്കെ, പക്ഷേ വോൾട്ടേജും കറണ്ടും വരുമ്പോൾ K മാത്രമേ ഉള്ളൂ. അത് വോൾട്ടേജ് ആകുമ്പോൾ സെക്കൻഡറിയിൽ നിന്ന് പ്രൈമറിക്ക് ആകുമ്പോൾ ഒബ്വിയസ്ലി K ആണ്. പക്ഷെ ഒരു കറണ്ട് ആകുമ്പോൾ എന്താവും, I2 ഇൻറ്റു K ആണ് വരിക. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഈ സെക്കൻഡറി പാരാമീറ്റേഴ്സിനൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, പ്രൈമറിയിലേക്ക് റെഫർ ചെയ്തിട്ട്. അപ്പോൾ എന്താ X1 R1, X0 R0, IM IW I0 ഇതൊക്കെ I1 ഇതൊക്കെ അതേപോലെ തന്നെ നമ്മൾ സെക്കൻഡറിത്തെ പാരാമീറ്റേഴ്സിനൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, R2 ഡാഷ്, X2 ഡാഷ്, Z2 ഡാഷ് ഇതൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, പ്രൈമറിയിലേക്ക് റെഫർ ചെയ്തിട്ടുണ്ട്. I2 ഡാഷ് ഒക്കെ കിട്ടി നമുക്ക്. ഓക്കെ, ഇനി അപ്രോക്സിമേറ്റ് ഈക്വലന്റ് സർക്യൂട്ട്, ഇതാണ് ആക്ച്വൽ ഈക്വലന്റ് സർക്യൂട്ട്. ഇതാണ് എന്ത്, ആക്ച്വൽ ഈക്വലന്റ് സർക്യൂട്ട് റെഫർ ടു പ്രൈമറി എന്ന് പറഞ്ഞാൽ. ഇനി അപ്രോക്സിമേറ്റ് ഈക്വലന്റ് സർക്യൂട്ട് പറഞ്ഞാൽ എന്താണ്, ശരിക്കും I0 ചെറിയ കറണ്ടാണ്. I1 അപേക്ഷിക്കുമ്പോൾ I0 വളരെ ചെറിയ കറണ്ടാണ്. കാരണം അത് നോ ലോഡ് കറണ്ടാണ്. 5% താഴെ വരുന്ന ഫുൾ ലോഡ് കറണ്ടിന്റെ 5% താഴെ വരുന്ന ചെറിയൊരു കറണ്ടാണ് I0. നമുക്ക് എന്ത് ചെയ്യാം, സോ I0 നമുക്ക് എന്ത് ചെയ്യാം, വേണമെങ്കിൽ നമുക്ക് നെഗ്ലക്ട് ചെയ്ത് കളയാം. ഓക്കെ, നെഗ്ലക്ട് ചെയ്ത് കളയുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഈ നെഗ്ലക്ട് ചെയ്ത് കളയുമ്പോൾ ഈ ഒരു കമ്പോണന്റ് മൊത്തം പോവില്ലേ. ഈ I0 ഇവിടെ 0 ആണെങ്കിൽ ഈ മൊത്തം ഈ ബ്രാഞ്ച് മൊത്തം എന്ത് ചെയ്യും, പോവില്ലേ, മൊത്തം ബ്രാഞ്ച് പോവും. അപ്പോൾ എന്താവും, നമുക്ക് ഇങ്ങനെ ഒരു സർക്യൂട്ട് കിട്ടും. ഓക്കെ, ഇങ്ങനെ ഒരു സർക്യൂട്ട് കിട്ടും. അപ്പോൾ X1 R1 R2 ഡാഷ് X2 ഡാഷ് ഇങ്ങനത്തെ നമുക്ക് സർക്യൂട്ട് കിട്ടും. ഈ ഒരു കാര്യമാണ് ഞാൻ ഫസ്റ്റ് R01 X01 Z01 പറഞ്ഞത്. അത് ഇവിടെയാണ് അതിൻ്റെ ഒരു യൂസ്. ഓക്കെ, അത് ഞാൻ വെവ്വേറെ ആയിട്ട് പറഞ്ഞതാ. അപ്പോൾ R2 ഡാഷ് പ്ലസ് R1 നമുക്ക് എന്ത് ചെയ്യാം, ഈ R2 ഡാഷിനെയും R1നെയും പ്ലസ് ചെയ്യാം. അതുപോലെ X1 പ്ലസ് X2 ഡാഷിനെ പ്ലസ് ചെയ്യാം. ഓക്കെ, അങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, R2 ഡാഷ് പ്ലസ് R1 ചെയ്താൽ R01 ഞാൻ പറഞ്ഞതാണ്. X01 കിട്ടണമെങ്കിൽ X2 ഡാഷ് പ്ലസ് X1 ടോട്ടൽ റിയാക്റ്റൻസ് റെഫർ ടു പ്രൈമറി. സോ നമുക്ക് X01 കിട്ടാൻ റൂട്ട് ഓഫ് R01 സ്ക്വയർ പ്ലസ് X01 സ്ക്വയർ ടോട്ടൽ ഇംപെഡൻസ് റെഫർ ടു പ്രൈമറി. അപ്പോൾ അത് നമുക്ക് കിട്ടി. ഓക്കെ, ഇതാണ് എന്ത്, അപ്രോക്സിമേറ്റ് ഈക്വലന്റ് സർക്യൂട്ട്. അപ്രോക്സിമേറ്റ് ഈക്വലന്റ് സർക്യൂട്ട് പറഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒന്നുമില്ല, I0നെ ഒഴിവാക്കുക. I0നെ ഒഴിവാക്കിയുള്ള ബാക്കി കാര്യങ്ങളാണ് എന്ത്, അപ്രോക്സിമേറ്റ് ഈക്വലന്റ് സർക്യൂട്ട്. V1 അതേപോലെ തന്നെ, I1 അതേപോലെ തന്നെ, V2 ഡാഷ് നമുക്ക് കിട്ടാൻ വേണ്ടി എന്താ ചെയ്യേണ്ടത്, V2/K ചെയ്താൽ മതി. ഓക്കെ, അതാണ് കാര്യങ്ങൾ. ഓക്കെ, ഇനി പാരാമീറ്റേഴ്സ് റെഫർ ടു സെക്കൻഡറി. ഇനി നമ്മൾ എന്ത് ചെയ്യാണ്, ഈ പാരാമീറ്റേഴ്സ്, ഈ എല്ലാ പാരാമീറ്റേഴ്സിനെയും ജസ്റ്റ് എ മിനിറ്റ്, ഈ എല്ലാ പാരാമീറ്റേഴ്സിനും നമ്മൾ എന്ത് ചെയ്യാണ്, ഈ എല്ലാ R1നെ X1നെ അതുപോലെ തന്നെ ഈ ഒരു ബ്രാഞ്ച് മൊത്തം എന്ത് ചെയ്യേണ്ടത്, സെക്കൻഡറിയിലേക്ക് റെഫർ ചെയ്യണം. ഓക്കെ, ഇതൊക്കെ നമ്മൾ സെക്കൻഡറിയിലേക്ക് റെഫർ ചെയ്യണം. നേരെ തിരിച്ച് ചെയ്യാൻ പോകണം. ഓക്കെ, നേരെ തിരിച്ച് ചെയ്യുമ്പോൾ എന്താ ചെയ്യേണ്ടത്, ഇവിടെ ഒന്നുമില്ല, ഇവിടെ V1 ഉണ്ടായിരുന്നു. ആ V1 ഞാൻ എന്ത് ചെയ്തു, ഇങ്ങോട്ട് റെഫർ ചെയ്തിട്ട് V1 ഡാഷ് ആയി. I1നെ അങ്ങോട്ട് റെഫർ ചെയ്ത് I1 ഡാഷ് ആയി. R1നെ റെഫർ ചെയ്ത് R1 ഡാഷ് ആയി. X1നെ റെഫർ ചെയ്ത് X1 ഡാഷ് ആയി. I0നെ റെഫർ ചെയ്ത് I0 ഡാഷ് ആയി. X0നെ റെഫർ ചെയ്ത് X0 ഡാഷ് ആയി. റെഫർ ചെയ്യുന്നത് ഡാഷ് ആവും. ഓക്കെ, പിന്നെ R0 ഡാഷ് ആയി, പിന്നെ X0 ഡാഷ് ആയി. പിന്നെ എന്ത് ചെയ്യും, IWനും ഇങ്ങോട്ട് റെഫർ ചെയ്തപ്പോൾ IW ഡാഷ് ആയി. IM റെഫർ ചെയ്തപ്പോൾ IM ഡാഷ് ആയി. ഇതെല്ലാം എന്തായി, ഇങ്ങോട്ട് ചെയ്തു. R2 X2 I2 V2 ഇതൊക്കെ അതേപോലെ തന്നെ ഇവിടെ ഉണ്ട്. ഇതിനൊക്കെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഇങ്ങോട്ട് റെഫർ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഇങ്ങോട്ട് റെഫർ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ റെഫർ ചെയ്യുമ്പോൾ എന്താണ് ഉണ്ടാവുക, ഞാൻ പറഞ്ഞു പ്രൈമറിന്ന് സെക്കൻഡറിക്ക് റെഫർ ചെയ്യുമ്പോൾ ഇൻറ്റു K² ആണ് വരിക. എന്തൊക്കെ, അപ്പോൾ R1 ഡാഷ് എന്താവും, R1 ഡാഷ് ഈസ് ഈക്വൽ ടു R1 ഇൻറ്റു K². ഓക്കെ, അപ്പോൾ എന്താണ്, പ്രൈമറി വൈൻഡിങ് റെസിസ്റ്റൻസ് കിട്ടി. ഇനി റെഫർ ടു സെക്കൻഡറി.
ഇത് റെഫർ ടു സെക്കൻഡറി. x1 ഡാഷ് എന്ന് പറഞ്ഞാൽ x1 ഇൻറ്റു കെ സ്ക്വയർ പ്രൈമറി മൈനർ റെസിസ്റ്റൻസ് റെഫർ ടു, ഇവിടെ ഒരു ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട്, റെഫർ ടു സെക്കൻഡറി. അതുപോലെ പ്രൈമറി വൈൻഡിങ് റിയാക്റ്റൻസ് റെഫർ ടു സെക്കൻഡറി. അതുപോലെ V1 എന്ത് ചെയ്തു, ഇവിടെ V1 മാത്രം സ്പെഷ്യൽ കേസ്, V1 ഡാഷ് ഈസ് ഈക്വൽ ടു V1 ഇൻറ്റു കെ ആണ് വരിക, കെ സ്ക്വയർ വരില്ല, ഇൻറ്റു കെ തന്നെയാണ് പക്ഷെ അത് കെ സ്ക്വയർ ഇല്ല, കെ മാത്രം. അതുപോലെ I1 ഡാഷിന്റെ കേസിലും സ്പെഷ്യൽ കേസ് വരും, I1 ഡാഷ് മാത്രമാണ് അത് ഓപ്പോസിറ്റ്. കറണ്ടിന്റെ കേസിലൊക്കെ എന്താണ് ഡിഫറൻസ് ആയിട്ട് വരും. നോക്കിയൊക്കെ I1 ഡാഷ് ഈസ് ഈക്വൽ ടു I1 ബൈ കെ, ഇതൊക്കെ ഇൻറ്റു ആകുമ്പോൾ ഇത് മാത്രം ബൈ കെ. അത് നിങ്ങൾക്ക് ഡിഫറൻസ് മനസ്സിലായിട്ടുണ്ടാവും എല്ലാം കൂടി മനസ്സിലാവുമ്പോൾ. അതുപോലെ I1 മാഗ്നറ്റൈസിങ് കറണ്ട് റെഫർ ടു സെക്കൻഡറി പറയുമ്പോൾ എന്താണ് IM ഡാഷ് ഈസ് ഈക്വൽ ടു, സോറി ഇവിടെ ഒരു മിസ്റ്റേക്ക് ഉണ്ട്, ഇവിടെ IM ഡാഷ് ഈസ് ഈക്വൽ ടു IM ബൈ കെ ആണ്. ഓക്കെ, IM ബൈ കെ ആണ് വരിക മാഗ്നറ്റൈസിങ് കറണ്ട് റെഫർ ടു സെക്കൻഡറി. അതുപോലെ തന്നെ IW കേസിൽ ഒരു മിസ്റ്റേക്ക് ഉണ്ട്, IW ഡിവൈഡ് ബൈ കെ ആണ്, സോറി കെ ആണ്. IW ബൈ കെ ആണ്, I1 അല്ല, സോറി തെറ്റ് പറ്റിപ്പോയതാണ്, സോറി. I1 ബൈ IW ബൈ കെ ആണ്. അതുപോലെ R0 ഡാഷ് ഈസ് ഈക്വൽ ടു R0 ഡാഷ് ഈസ് ഈക്വൽ ടു R0 ഇൻറ്റു കെ സ്ക്വയർ കോർ ലോസ് റെസിസ്റ്റൻസ് റെഫർ ടു സെക്കൻഡറി. അപ്പോൾ X0 ഡാഷ് ഈസ് ഈക്വൽ ടു എന്താ വരിക, X0 ഇൻറ്റു കെ സ്ക്വയർ, ഇത് നമുക്ക് മാഗ്നറ്റൈസിങ് റിയാക്റ്റൻസ് റെഫർ ടു സെക്കൻഡറി. ഓക്കെ, പ്രൈമറി സെക്കൻഡറിക്ക് ആക്കുമ്പോൾ എല്ലാം കെ സ്ക്വയർ ആണ് വരിക, വോൾട്ടേജിന്റെ കേസിൽ കെ മാത്രമേ വരിക, കറണ്ടിന്റെ കേസിൽ ബൈ കെ ആവും എന്നുള്ള വ്യത്യാസം. അപ്പോൾ ഇതൊക്കെ ഇങ്ങോട്ട് റെഫർ ചെയ്തിട്ടുണ്ട്. ഇതാണ് ഇതിന്റെ ആക്ച്വൽ ഈക്വലന്റ് സർക്യൂട്ട് റെഫർ ടു സെക്കൻഡറി എന്ന് പറയാം. ഇനി അത് അപ്രോക്സിമേറ്റ് ആകുമ്പോൾ എന്ത് ചെയ്യണമെന്ന്, നമുക്കൊന്ന് വേണമെങ്കിൽ ഈ ഒരു ബ്രാഞ്ച് ഒഴിവാക്കാം, തൽക്കാലം ഒഴിവാക്കുന്നില്ല. അപ്പോൾ I0 സ്മോൾ ആയതുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ ഒഴിവാക്കാം, പക്ഷെ ഞാൻ ഇത് ഇങ്ങോട്ട് ആക്കിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതെന്താവും, ഇത് ഇപ്പോൾ ഇല്ലയെന്ന് കരുതിക്കോളൂ, അല്ലെങ്കിൽ ഇവിടെ വെച്ചാലും കുഴപ്പമൊന്നുമില്ല. നമുക്ക് എന്ത് കിട്ടും, R1 ഡാഷും X1 ഡാഷ് R2 X2 I1 ഡാഷ് ഇതൊക്കെ അതേപോലെ തന്നെ കിട്ടും. ഓക്കെ, V1 ഡാഷ് ഒക്കെ അതേപോലെ തന്നെ കിട്ടും. അപ്പോൾ നമുക്ക് എന്താണ് ഈ R1 ഡാഷും R2 എന്താണ് R02 ഫസ്റ്റ് പറഞ്ഞ കാര്യം, ടോട്ടൽ റെസിസ്റ്റൻസ് റെഫർ ടു സെക്കൻഡറി. X02 എന്ന് പറഞ്ഞാൽ എന്താണ് X1 ഡാഷ് പ്ലസ് X2 ടോട്ടൽ റിയാക്റ്റൻസ് റെഫർ ടു സെക്കൻഡറി. അപ്പോൾ Z02 എന്താണ് റൂട്ട് ഓഫ് R02 സ്ക്വയർ പ്ലസ് X02 സ്ക്വയർ റെഫർ ടു സെക്കൻഡറി. അതാണ് നമുക്ക് ലാസ്റ്റ് കിട്ടുന്ന ഈ സർക്യൂട്ട്. ഓക്കെ, ഇതെല്ലാം ഒഴിവാക്കി നമുക്ക് കിട്ടുന്ന ഇതാണ് R02 X02, ഇത് രണ്ടിനും കൂടിയാണ് Z02. I1 ഡാഷ് ഉണ്ട്, V1 ഡാഷ് ഉണ്ട്, V2 ഉണ്ട്. അപ്പോൾ എല്ലാം പാരാമീറ്റേഴ്സ് നമ്മൾ എന്ത് ചെയ്തു, പ്രൈമറിന്ന് സെക്കൻഡറിക്ക് റെഫർ ചെയ്തു. അപ്പോൾ ഇത് ഈ ഒരു വളരെ ഇമ്പോർട്ടൻറ്റ് ട്രാൻസ്ഫോമർ സംബന്ധിച്ചിടത്തോളം വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു ടോപ്പിക്കാണ് ഈ ഇക്വലന്റ് സർക്യൂട്ട് ഓഫ് ട്രാൻസ്ഫോമർ. ഈ ട്രാൻസ്ഫോമർ ആക്ച്വൽ കേസിൽ ലോഡ് ചെയ്യുമ്പോൾ ട്രാൻസ്ഫോമറിൽ എന്തൊക്കെ ലോസ് സംഭവിക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയുള്ളൊരു പാരാമീറ്റേഴ്സ് ആണ്. എവിടേക്കൊക്കെയാണ് ലോസ് വരുന്നത് എന്ന് മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇക്വലന്റ് സർക്യൂട്ട് ഉപയോഗിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് ഈ വീഡിയോയിൽ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് OCSC ടെസ്റ്റിംഗ് ഓഫ് ട്രാൻസ്ഫോമർ നമുക്ക് ഡിസ്കസ് ചെയ്യാം. താങ്ക് യു.